നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിർണായക ഇടപെടൽ. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വിട്ടുവീഴ്ചയില്ലാതെ ഛത്തീസ്ഗഡ്. ജാമ്യത്തിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് അമിത്ഷാ ജാമ്യത്തെ എതിർക്കില്ല. അങ്ങനെ അമിത്ഷായെ എപ്പോഴും തള്ളിപ്പറയുന്ന കേരളത്തിലെ നേതാക്കൾക്ക് അമിത്ഷാ തന്നെ വേണ്ടിവന്നു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്നും അമിത്ഷാ ഉറപ്പു നൽകി. എൻഐഎ കോടതിക്ക് വിട്ട സെഷൻസ് കോടതി നടപടി തെറ്റാണെന്നും ആഭ്യന്തരമന്ത്രി കേരള എംപിമാരോട് പറഞ്ഞു. സെഷൻസ് ഉത്തരവിനെതിരെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. വിചാരണ കോടതിയിൽ നിന്ന് ഇന്നോ നാളെയോ ജാമ്യം ലഭിക്കുമെന്നും അമിത്ഷാ സൂചിപ്പിച്ചു. കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ രാഷ്ട്രീയ താൽപര്യങ്ങളില്ലെന്നും തന്നെ കണ്ട UDF LDF എംപിമാരോടും അദ്ദേഹം പറഞ്ഞു. ജാമ്യം ലഭിച്ച ശേഷം കേസ് റദ്ദാക്കാൻ ശ്രമിക്കാമെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. സെഷൻസ് കോടതി വിധിക്കെതിരെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതി അപ്പീൽ നൽകും. ഇതിനിടെ വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നും അമിത്ഷാ പറഞ്ഞു. കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനുള്ള എല്ലാ നടപടികളും ഛത്തീസ്ഗഡ് സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും NK പ്രേമചന്ദ്രൻ MPയും പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോടാണ് UDF MPമാർ പ്രതികരിച്ചത്. എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. കേസ് NIA കോടതിയിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. NIA കോടതിയിൽ നിന്ന് കേസ് വിടുതൽ ചെയ്യിക്കേണ്ട പെറ്റീഷൻ സംസ്ഥാന സർക്കാർ തന്നെ നൽകും. ഇന്ന് ജാമ്യാപേക്ഷ നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല. ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രേമചന്ദ്രൻ MP പറഞ്ഞു. അനുഭാവപൂർവമായ നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ജാമ്യം ലഭിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സൂചന നൽകിയത്. NIA കോടതിയിൽ വിടുതൽ ഹർജി നൽകാൻ ഇപ്പോൾ കഴിയില്ല. സെഷൻസ് ജഡ്ജ് ചെയ്തത് നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഏകപക്ഷീയമായി സെഷൻസ് കോടതിക്ക് കേസ് NIA കോടതിയിലേക്ക് വിടാൻ കഴിയില്ല. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി UDF പ്രതിഷേധിച്ചുവെന്നും പ്രേമചന്ദ്രൻ MP പറഞ്ഞു. 5 വർഷമായി ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുകയാണെന്ന് പെൺകുട്ടി പറഞ്ഞു. ബജ്രംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീക്കെതിരെ മൊഴി കൊടുക്കാൻ നിർബന്ധിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിച്ചു. കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണം. ജോലിക്ക് വേണ്ടിയാണ് മാതാപിതാക്കളുടെ സമ്മതത്തോടെ പോയത്. പോലീസ് ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെയാണ് കേസിൽ മതപരിവർത്തനം ഉൾപ്പെടുത്തിയത്. ഛത്തീസ്ഗഡ് പോലീസിനെതിരെയും ഗുരുതര ആരോപണമാണ് ആദിവാസി പെൺകുട്ടി ഉന്നയിച്ചത്. പോലീസ് മൊഴിയിൽ പറയാത്ത കാര്യങ്ങൾ രേഖപ്പെടുത്തിയെന്നും പെൺകുട്ടി പറഞ്ഞു. അതേസമയം കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്നും അമിത്ഷാ ഉറപ്പു നൽകി. NIA കോടതിക്ക് വിട്ട സെഷൻസ് കോടതി നടപടി തെറ്റാണെന്നും ആഭ്യന്തരമന്ത്രി കേരള MPമാരോട് പറഞ്ഞു. സെഷൻസ് ഉത്തരവിനെതിരെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. വിചാരണ കോടതിയിൽ നിന്ന് ഇന്നോ നാളെയോ ജാമ്യം ലഭിക്കുമെന്നും അമിത്ഷാ സൂചിപ്പിച്ചു. കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ രാഷ്ട്രീയ താൽപര്യങ്ങളില്ലെന്നും തന്നെ കണ്ട UDF LDF MPമാരോടും അദ്ദേഹം പറഞ്ഞു. ജാമ്യം ലഭിച്ച ശേഷം കേസ് റദ്ദാക്കാൻ ശ്രമിക്കാമെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ചുമത്തി അറസ്റ്റിലായ കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കന്യാസ്ത്രീകൾക്ക് 1-2 ദിവസത്തിനുള്ളിൽ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. സഭ പാർട്ടിയുടെ സഹായം തേടിയത് 3 ദിവസം മുമ്പാണ്. എല്ലാവിധ സഹായങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിയും അമിത്ഷായെയും കണ്ടിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ അവിടെ പോയി രാഷ്ട്രീയ നാടകം കളിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിന് അവരുടേതായ നിയമങ്ങളുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയുടെ സന്ദേശം അറിയിച്ചതായും എത്രയും വേഗം ജാമ്യം ലഭിക്കണമെന്ന് റാഫേൽ തട്ടിൽ ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് UDF LDF MPമാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാനായിരുന്നു അമിത്ഷാ നിർദ്ദേശിച്ചത്. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് അമിത്ഷാ ഉറപ്പു നൽകി. NIA കോടതിക്ക് വിട്ട സെഷൻസ് കോടതി നടപടി തെറ്റാണെന്നും ആഭ്യന്തരമന്ത്രി കേരള MPമാരോട് പറഞ്ഞിരുന്നു. സെഷൻസ് ഉത്തരവിനെതിരെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. വിചാരണ കോടതിയിൽ നിന്ന് ഇന്നോ നാളെയോ ജാമ്യം ലഭിക്കുമെന്നും അമിത്ഷാ സൂചിപ്പിച്ചു. കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ രാഷ്ട്രീയ താൽപര്യങ്ങളില്ലെന്നും തന്നെ കണ്ട UDF LDF MPമാരോടും അദ്ദേഹം പറഞ്ഞു. ജാമ്യം ലഭിച്ച ശേഷം കേസ് റദ്ദാക്കാൻ ശ്രമിക്കാമെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. സെഷൻസ് കോടതി വിധിക്കെതിരെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതി അപ്പീൽ നൽകും. ഇതിനിടെ വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നും അമിത്ഷാ പറഞ്ഞു. കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനുള്ള എല്ലാ നടപടികളും ഛത്തീസ്ഗഡ് സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക്
ശേഷം മാധ്യമങ്ങളോടാണ് UDF MP-മാർ പ്രതികരിച്ചത്. എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. കേസ് NIA കോടതിയിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. NIA കോടതിയിൽ നിന്ന് കേസ് വിടുതൽ ചെയ്യിക്കേണ്ട പെറ്റീഷൻ സംസ്ഥാന സർക്കാർ തന്നെ നൽകും. ഇന്ന് ജാമ്യാപേക്ഷ നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല. ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രേമചന്ദ്രൻ MP പറഞ്ഞു. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളും NIAക്ക് വിടേണ്ടതില്ലെന്ന കേന്ദ്ര നിലപാട് മറികടന്നാണ് ഛത്തീസ്ഗഡ് സർക്കാർ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ വിചാരണ കോടതിയിൽ എതിർത്തത്. അന്തർ സംസ്ഥാന, ദേശീയ, രാജ്യാന്തര പ്രത്യാഘാതമുള്ള കേസുകളാണ് NIAക്ക് വിടേണ്ടതെന്ന് കേന്ദ്രം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന് പുറമെ വനിതാ ശിശുക്ഷേമ മന്ത്രാലയം ഈ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. കേസ് NIAക്ക് വിടണമോ എന്ന് അന്തിമമായി തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും നിയമത്തിൽ വ്യക്തമാണ്. കേസിന്റെ വ്യാപ്തി പരിശോധിക്കാൻ കാലതാമസം വരുമെന്നതിനാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരമുള്ള നടപടികൾ പോലീസ് തുടങ്ങണം. ഗുരുതര സ്വഭാവമുള്ള മനുഷ്യക്കടത്ത് NIA ഏൽപ്പിക്കാനുള്ള നിയമ ഭേദഗതി 2019 വന്ന ശേഷവും മനുഷ്യക്കടത്ത് ചുമത്തുന്ന ബഹുഭൂരിപക്ഷം കേസുകളും കോടതിയിലെത്തുമ്പോൾ തോൽക്കുന്നുവെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് വ്യക്തമാക്കുന്നത്. 2020 മുതൽ 2022 വരെ 5000-ലേറെ കേസെടുത്തെങ്കിലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് 15% കേസുകൾ മാത്രമാണ്. കഴിഞ്ഞ 3 വർഷം ആകെ 5846 കേസുകൾ രാജ്യത്തെമ്പാടും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതിൽ 1323 കേസുകളിലാണ് വിചാരണ പൂർത്തിയായത്. അതിൽ 1117 കേസുകളും തള്ളിപ്പോയി. മലയാളി സിസ്റ്റർമാർക്കെതിരെ കേസെടുത്ത ഛത്തീസ്ഗഡിൽ 2020 മാത്രം 38 മനുഷ്യക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിചാരണ പൂർത്തിയായ 2 കേസുകളിലും പ്രതികളെ വിട്ടയച്ചു. 2021 29, 2022 26 കേസുകൾ വീതം ഛത്തീസ്ഗഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇവയിൽ വിചാരണ പൂർത്തിയായിട്ടില്ല. 2020 കേരളത്തിൽ 166 മനുഷ്യക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. വിചാരണ പൂർത്തിയായ 16 കേസുകളും പ്രതിയെ വെറുതെ വിട്ടു. 2021 കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 201 കേസുകൾ വിചാരണ കഴിഞ്ഞ് 20-ൽ 19 തള്ളി. 2022 വിചാരണ പൂർത്തിയായ കേസുകൾ പ്രതികൾ കുറ്റവിമുക്തരായി. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭാംഗങ്ങളായ കന്യാസ്ത്രീകളുടെ മോചനം ആവശ്യപ്പെട്ട് സഭാ ആസ്ഥാനമായ ചേർത്തലയിൽ ASMI നേതൃത്വത്തിൽ കന്യാസ്ത്രീകൾ പ്രതിഷേധ റാലി നടത്തി. കേന്ദ്ര സർക്കാരിനെതിരെയും ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെയും മുദ്രാവാക്യം വിളിച്ചും നീതി നടപ്പാക്കുക, സഹോദരിമാരുടെ ജീവൻ രക്ഷിക്കുക തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയുമായിരുന്നു റാലി. 2 കന്യാസ്ത്രീകൾ പ്രതീകാത്മകമായി ചങ്ങലകളിൽ ബന്ധിച്ച് റാലിക്ക് മുന്നിൽ നടന്നു നീങ്ങി. സഭാ ആസ്ഥാനത്ത് നിന്ന് തുടങ്ങിയ റാലി എക്സ്റേ കവലയിൽ പ്രതിഷേധ സമ്മേളനവും തുടർന്ന് സേക്രഡ് ഹാർട്ട് ചാപ്പലിൽ മോചനത്തിനായുള്ള പ്രാർത്ഥനയും നടത്തിയാണ് സമാപിച്ചത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിക്കുകയല്ല, മറിച്ച് കേസ് തന്നെ റദ്ദാക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ ലാഭത്തിന് ശ്രമിക്കുന്ന BJPയും കോൺഗ്രസും ജാമ്യമാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ കേസ് തന്നെ കെട്ടിച്ചമച്ചതാണെന്ന് PP സുനീർ MP, CPI ദേശീയ സെക്രട്ടറി അംഗം ആനി രാജ എന്നിവർ പറഞ്ഞു. ഇപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുന്ന കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഘേലിന്റെ കാലത്തും ഛത്തീസ്ഗഡിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇത്തരം വ്യാജ കേസെടുക്കാൻ ഒട്ടേറെ ശ്രമങ്ങൾ നടന്നു. CBCIയിൽ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇവിടേക്ക് പോയില്ലെന്നും മന്ത്രി ജോർജ് കുര്യന്റെ പരാമർശത്തെയും CPM വിമർശിച്ചു. മന്ത്രിക്ക് പോകാമായിരുന്നില്ലേ എന്നും എന്തുകൊണ്ട് അതുണ്ടായില്ലെന്നും ആനി രാജ ചോദിച്ചു.